ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പും തണ്ടും കൊണ്ടുള്ള ഒരു തോരനാണ്. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു. അത് ചേമ്പിൻ്റെ തണ്ടും ഇലയും ചേർത്തിട്ടുള്ളൊരു തോരനാണ്. ഇത് വേറൊരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. തണ്ട് മാത്രമായിട്ടാണ് തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ, ഒരു സവാള, 2 അല്ലി വെളുത്തുള്ളി, ഒരു 10 കാന്താരി മുളക്, കുറച്ച് കറിവേപ്പില. മുളക് ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. കാന്താരി മുളക് തന്നെ വേണമെന്നില്ല. ഈ തേങ്ങയൊന്ന് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കണം. ഒതുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അരയണ്ട, ഒന്ന് ചതഞ്ഞ പോലെ കിട്ടിയാൽ മതി. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. ഇതെല്ലാം മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. അതേസമയം ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ആ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് വാടി വരുന്നത് വരെയും വഴറ്റാം. ഇത് ചെറുതായിട്ട് ചുമന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇനി അതിലേക്ക് തേങ്ങ ഒതുക്കിയത് ഇട്ട് കൊടുക്കുക. തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ്. ഒരു കറക്ക് കറക്കിയാൽ മാത്രം മതിയാകും, അധികം അരയണ്ട. അതൊന്ന് 1 മിനിറ്റ് അതിലിട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഈ ചേമ്പും തണ്ട് അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് എല്ലാം ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. ചേമ്പും തണ്ടെന്ന് പറഞ്ഞത് നമ്മൾ പുഴുങ്ങുന്ന ചേമ്പിൻ്റെ അല്ല കേട്ടോ. ഇത് ഉപ്പേരി ചേമ്പെന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ചേമ്പുണ്ട്, അതാണ്. അത് ചൊറിയില്ല. മറ്റേ ചേമ്പാകുമ്പോൾ ചിലപ്പോൾ ചൊറിയാൻ സാധ്യതയുണ്ട്. ഇത് ഉപ്പേരി ചേമ്പാണ്. അതിൻ്റെ തണ്ടാണ് ഞാൻ ഉപ്പേരി വയ്ക്കുന്നത്. ഇനി എല്ലാം ഒതുക്കി ഇങ്ങനെ തട്ടി മൂടി വെച്ച് ഒന്ന് മൂടി വയ്ക്കുക. 2 മിനിറ്റിന് ശേഷം ഒന്നും കൂടി ഒന്ന് ഇളക്കുക. അപ്പോൾ അതിൽ നിന്ന് ചെറുതായിട്ട് വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ടാകും. അപ്പോൾ അതിന് മൂടി വയ്ക്കേണ്ട ആവശ്യമില്ല. അതൊന്ന് ഇങ്ങനെ തുറന്ന് തന്നെ ഒരു 2 മിനിറ്റും കൂടെ ഇങ്ങനെ വയ്ക്കുക. ഇത് ചേമ്പും തണ്ട് പെട്ടെന്ന് വേകുന്നതാണ്. ഇവ 2 മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും എല്ലാം ഒന്ന് സിമ്മിൽ വെച്ച് വേണം വേവിക്കാൻ. തീ കൂട്ടി വെക്കരുത്. അടിയിൽ കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം വരും. എല്ലാം ഒന്ന് ഇളക്കി അതിൻ്റെ വെള്ളം ഒന്ന് വറ്റുന്നത് വരെ ഒന്ന് ഇളക്കാം. ഇപ്പോൾ നമ്മുടെ ചേമ്പും തണ്ട് തോരനിവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇത് ഒന്ന് വീട്ടിൽ വെക്കുകയാണെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു ക്യാബേജിൻ്റെയൊക്കെ ഒരു രുചിയുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക. താങ്ക് യു.